ഒരാളെപ്പോലെ 7 പേരുണ്ടാവുമെന്നാണ് പറയാറ്. അതിന്റെ 10 മടങ്ങ് ഇരട്ടി ഒരേപോലുള്ള നായകളുണ്ടാകും. അങ്ങനെയിരിക്കെ ഇതുതന്നെയാണ് തന്നെ അപകടത്തിലാക്കിയ നായ എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാനാണ് കാട് കയറി ചിന്തിച്ചത്, അഹല്യ സ്വയം പറഞ്ഞു. ചിന്തകൾ അവസാനിപ്പിച്ച് അവൾ വീൽചെയറിന്റെ ബട്ടൺ അമർത്തി. ഓട്ടോമാറ്റിക് വീൽചെയർ മെല്ലെ അവളുടെ മുറിയിലേക്ക് നീങ്ങി. മുറിയുടെ മൂലയിലെ പഴയ ഷെൽഫിൽ പൊടിപിടിച്ച കുറച്ച് ഫോട്ടോകൾ നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഭരതനാട്യം കളിച്ചിരുന്ന കാലത്തെ ചിത്രങ്ങൾ. അത് കണ്ടതും അവളുടെ കണ്ണുകൾ പാതി നിറഞ്ഞു. ചിത്രങ്ങളിൽ കണ്ണോടിച്ച ശേഷം അവൾ കാലുകളിലേക്ക് നോക്കി. അവ അപരിചിതമായ എന്തോ ആയി അവൾക്ക് തോന്നി. അവ തന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്നെന്ന് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ടുതന്നെ അവൾ മറന്നിരിക്കുന്നു. മുറിയുടെ ഒരു ഭാഗത്ത് പുസ്തകങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു അലമാരയായിരുന്നു. അതിൽ വായിച്ചു തുടങ്ങിയതും വായിച്ചു തീർന്നതും വായിക്കാനിരിക്കുന്നതുമായ പുസ്തകങ്ങൾ തിങ്ങിഞ്ഞെരിഞ്ഞ് ഇരിപ്പുണ്ട്. പുസ്തകങ്ങളും സിനിമകളും സീരീസുകളുമായിരുന്നു അവളുടെ ഏകാന്തതകളെ പാതി തുടച്ചു നീക്കിയത്. സമയം രാത്രിയായി. മുറിയിലെ 32 ടിവിയിൽ ലോസ്റ്റിന്റെ ഇൻട്രോ സോങ് തുടങ്ങിയിട്ടുണ്ട്. ലോസ്റ്റിലെ അവളുടെ പ്രിയപ്പെട്ട കഥാപാത്രം ജോൺ ലോക്കാണ്. കാരണം ഇരുവരും വീൽചെയറിൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. ആ ദ്വീപിൽ ചെന്നാൽ ഞാനും എഴുന്നേറ്റു നടക്കുമോ? സ്വപ്നങ്ങളിൽ അനവധി തവണ അത് കണ്ടിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ പെട്ടെന്ന് തന്നെ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുവന്നു. റിമോട്ടിൽ ടിവി ഓഫ് ചെയ്തു. മെല്ലെ വീൽചെയർ ജനാലയ്ക്ക് അരികിലേക്ക് നീക്കി. പുറത്ത് നിലാവെളിച്ചം വെള്ളിമഞ്ഞുപോലെ പരന്നു. തെരുവുകൾ പതിവിലും ശാന്തം. അഹല്യയുടെ കണ്ണുകൾ അടുത്ത വീട്ടിലേക്ക് വഴുതി വീണു. കുമാരേട്ടന്റെ പഴയ വീട്. രാവിലെ പുതിയ താമസക്കാരൻ വന്ന വീട്. ആ നായയും ഇപ്പോൾ താമസിക്കുന്ന വീട്. വീട്ടിൽ വെളിച്ചമൊന്നുമില്ല. ഒരുപക്ഷേ ഉറങ്ങിയിട്ടുണ്ടാവും, അവൾ മനസ്സിൽ പറഞ്ഞു. സമയം രാത്രി 9:30 ആയല്ലേ ഉള്ളൂ. താനോ 11 മണിക്ക് ഉറങ്ങുന്നവൾ. പണ്ടൊക്കെ 12:30 ആയാലേ ഉറക്കം വരുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് കിടക്കാൻ കഴിയില്ലല്ലോ. ബെഡിൽ കിടത്താൻ മമ്മയുടെ കൈകൾ വേണം. മമ്മ സീരിയലൊക്കെ കണ്ട് 11 മണിക്ക് ഉറങ്ങും. അതുകൊണ്ട് ഞാനും അതേ സമയത്ത് ഉറങ്ങാൻ പഠിച്ചു. ആ സമയത്താണ് ഒരു തണുത്ത കാറ്റ് വീശിയത്. അയാൾ ഒരു ജനാല അടക്കാൻ മറന്നിരിക്കുന്നു. അത് കാറ്റിലാടി ശബ്ദമുണ്ടാക്കി. അവൾ നോക്കി നിൽക്കെ അയാൾ അതടക്കാൻ മുന്നോട്ടു വന്നു. അഹല്യയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവന്റെ മുഖം നിലാവിന്റെ വെളിച്ചത്തിൽ മെല്ലെ തെളിഞ്ഞു. അവളൊന്ന് ഞെട്ടി. നീലക്കണ്ണുകൾ, തിളങ്ങുന്ന നീലക്കണ്ണുകളായിരുന്നു അയാൾക്ക്. രാവിലെ കൂളിംഗ് ഗ്ലാസ് ധരിച്ചതിനാൽ അയാളുടെ കണ്ണുകൾ കണ്ടിരുന്നില്ല. നീലക്കണ്ണുള്ള നായ, നീലക്കണ്ണുള്ള മനുഷ്യൻ. ഇതെന്തൊരു വിചിത്രകരമായ യാദൃച്ഛികതയാണ്. ഹൃദയം ഒരു കൊടുങ്കാറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടതായി അവൾക്ക് തോന്നി. ആ സമയത്ത് അവളുടെ കണ്ണുകൾ വീടിന്റെ മുറ്റത്തേക്ക് പതിഞ്ഞു. ആ നായ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് അവളെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു, ഒരു നിശ്ചല പ്രതിമയെപ്പോലെ.